ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആണോ പെണ്ണോ ആരും ആവട്ടെ, നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സംതൃപ്തി വേണ്ടേ, ജസ്റ്റ് ഒന്ന് തൃപ്തിപ്പെട്ടാൽ മാത്രം മതിയെങ്കിൽ പിന്നെ ആരുടെ അടുത്തൊന്നും എനിക്ക് പറയാനില്ല, ഇതാരും തുടർന്ന് കാണണമെന്നില്ല, അത്രേ പറയാനുള്ളൂ. ഈ തൊഴിൽ എന്ന് പറയുന്നത് തൃപ്തിയാണ്. ഓക്കെ, തൊഴിൽ എന്ന് പറഞ്ഞാൽ തൃപ്തിയും, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലായി. എൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്, അതെല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. ഇപ്പൊ എന്റെ കയ്യിലൊക്കെ എന്തെങ്കിലും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യാൻ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഏർപ്പാടുകൾ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്തെങ്കിലും യൂണിക്നെസ് ഉള്ളൊരു പരിപാടിയായിരിക്കും. എന്തെങ്കിലും ഈ മലബാർ ഏരിയയിൽ ഇപ്പം ഈ കോഴിക്കോട് അല്ലെങ്കിൽ ഈ കണ്ണൂരിലൊക്കെ കിട്ടുന്ന കുറെ കടി ഐറ്റംസ് ഉണ്ട്. ചട്ടിപ്പത്രി, സമൂസ, മുട്ടമാല, മുട്ടസൂർക്ക, കുറെ ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം, അത് ആ മലബാർ ഏരിയയിലും തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അത് കുറച്ച് തെക്കോട്ട് പോയി കണ്ട് തിരുവനന്തപുരമോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഈ കൊല്ലം അല്ലെങ്കിൽ കോട്ടയം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിജയിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള രീതികളും സന്ദർഭങ്ങളൊക്കെ നോക്കി ആരെങ്കിലൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്താൽ അത് വിജയിക്കും. പക്ഷെ ഈ പരിപാടി ഞാൻ പറയുന്നത് ഓരോ ഉദാഹരണങ്ങളാണ് കേട്ടോ, അത് ഓരോ കാര്യങ്ങൾ എടുത്ത് പറയാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. വെറുതെ വീഡിയോ ഒക്കെ ലോങ് ആയി ഇപ്പം ഇതന്നെ ആർക്കും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്ത് വിജയിച്ചുള്ള പരിപാടികൾ തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങാൻ എന്തെങ്കിലും ഇത്തിരി ഫണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റെഡിമെയ്ഡിന്റെ ഷോപ്പോ ഫുട്വെയറിന്റെ ഷോപ്പോ അല്ലെങ്കിൽ സ്റ്റേഷനറീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തട്ടുകട, ചായക്കട, അല്ലെങ്കിൽ എന്താ പറയാ ഒരു കടമുറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ളതാണ്, അതാണ് ബിസിനസ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും മലയാളികളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഈ പറഞ്ഞ പോലെ അതൊക്കെ എന്താ പറയുക ഒരു വരുമാനമാകൾക്ക് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇത്തിരി വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗം മാത്രമാണ്, അല്ലാതെ അതിനൊക്കെ ഒന്നും ബിസിനസ് എന്നോ കച്ചവടം എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയുന്നത് അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ നമ്മളൊരു ബ്രാൻഡ് അങ്ങനെയൊക്കെ ആവണം നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു ചായപ്പീടിയ അല്ലെങ്കിൽ ഒരു ഫുട്വെയറിന്റെ അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡിന്റെ ഷോപ്പ്, ഇതൊന്നും കച്ചവടം അല്ലത്. ആ കച്ചവടം കൊണ്ടൊന്നും ആരെങ്കിലും ബില്യണറോ ട്രില്യണറോ മില്യണറെങ്കിലും അവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ പരിശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നടക്കൂലിടും. ഈ തൊഴിൽ എന്ന് പറയുന്നത് തൃപ്തിയാണ്. ഓക്കെ, തൊഴിൽ എന്ന് പറഞ്ഞാൽ തൃപ്തിയും, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലായി. എൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്, അതെല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ രീതിക്ക് എന്തെങ്കിലും ഒരു പൈസ എന്തെങ്കിലും ഇതൊക്കെ കിട്ടിക്കണം, നിങ്ങൾ യൂണീക്ക് ആയിട്ട് തന്നെ ചിന്തിക്കണം. അല്ലാതെ ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അവന് നല്ല കച്ചവടം ഉണ്ടല്ലോ എന്നാൽ പിന്നെ എൻ്റെ കയ്യിലും ഫണ്ട് ഉണ്ട് ഞാനും ചെയ്തോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ബിസിനസ്സിനെ നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് അടിമകളായിട്ട് തൊഴിൽ ചെയ്തോളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാനെന്തോ വലിയ ബിസിനസ് മാനോ ഒരു ടോപ്പ് ജിയോ അല്ലെങ്കിൽ ഒരു ട്രില്യണറോ മില്യണറോ ആയിട്ടോ ഒന്നല്ല ഞാൻ സംസാരിക്കുന്നത്, അങ്ങനെ ഒന്നല്ല. പക്ഷെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്നത്. എൻ്റെ ചിന്തകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ വലിയ ചിന്തകനാണെന്നല്ല പറയുന്നത്. പക്ഷെ അതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്, അല്ലാതെ വേറൊരു ഉദ്ദേശമൊന്നുമില്ല. അപ്പം ദയവ് ചെയ്തിട്ട് ജീവിതത്തിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ള ഒരാളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ അടിമയായിട്ട് വെറുതെ എന്തെങ്കിലും തൊഴിലിനോ കൂലിപ്പണിക്കോ അല്ലെങ്കിൽ ഇപ്പൊ സാലറി ആണെന്നുണ്ടെങ്കിൽ സാലറി ബേസിന് പോണ ആളുകളാണെന്നുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. അല്ല ഇപ്പൊ എല്ലാവർക്കും അതിന് പറ്റണമെന്നില്ല കേട്ടോ. അന്നൊന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ടി വരും. പക്ഷെ നമ്മൾ അതിനൊക്കെ ഒരു പരിധിയിലാണ്. നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് ടൈമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് നമ്മളെ കുടുംബവും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസും നമ്മളെ എന്താ പറയുക ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ മാക്സിമം ഹാപ്പി ആക്കണ്ടേ. അവർ നിങ്ങളെ പോലെ തന്നെ തൃപ്തിപ്പെട്ടിട്ട് പോയാൽ മതി. അവരെ സംതൃപ്തിപ്പെടുത്തണ്ടേ, അവരെ സന്തോഷിപ്പിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസാണ്. ഈ ബംഗാളികളും അല്ലെങ്കിൽ ഈ മറ്റേ നേപ്പാളിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ പണിക്ക് വന്ന് ഇവിടെ നമ്മളെ മലയാളീസിനടുത്ത് പുച്ഛം തോന്നുന്ന കുറെ ബംഗാളികളും ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ നമ്മൾ ടോപ്പ് ജി അവരുടെ മില്യണർ ആൻഡ് ബില്യണർ ട്രില്യണർ അങ്ങനെ ആയിപ്പോണം. അല്ലാണ്ട് എങ്ങനെ വെറുതെ എങ്ങനെ ഈ മൊണ്ണകളുടെ ഇടയിൽ അങ്ങനെ ഈ പറയുന്നത് എന്തെങ്കിലും അസൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുശുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കണോ. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ അഹങ്കാരിയാന്ന് പറയുന്നതിനൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇനി അങ്ങനെയാണോ അതേപോലെ ഇരിക്കണം. ഇനി അതല്ലാതെ അയ്യോ ഞാനിപ്പോ ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശമില്ലെന്നൊന്നും ചിന്തിക്കരുതോ. ആ കാഴ്ചപ്പാടും ആ വസന്ത ചിന്താഗതികളൊക്കെ എടുത്ത് ഒഴിവാക്കി എടുക്കുക എന്നുള്ളത് ആദ്യം പറയാനുള്ളൂ. എന്നിട്ട് ഈ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെറുതെ അന്നൊന്നിങ്ങനെ ജീവിച്ച് പോയി ആ സമയമൊക്കെ വെറുതെ തീർത്തിട്ട് കുറെ കഴിയുമ്പോൾ മണ്ണായി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ യുവാക്കളാണെന്നെങ്കിലും മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാവർക്കും പറ്റും.
എന്തെങ്കിലും ഒന്ന് ചെയ്യുക, ഒരു സംരംഭം ഉയർത്തിയെടുക്കുക. ഏറ്റവും വലിയൊരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ബ്രാൻഡ് അത് പതുക്കെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് മെല്ലെ ഡെവലപ്പ് ചെയ്ത് നല്ല സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ പൊക്കാൻ അങ്ങനെയൊക്കെ ചിന്തിക്കറോ. അല്ലാതെ ഇങ്ങനെ അടിമകളെ പോലെ ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല. ഒരു ദിവസം കടുവായിട്ട് ഗർജിക്കുക, അതല്ലാതെ വെറുതെ ഇങ്ങനെ ഒരുമാതിരി എന്നും ഇങ്ങനെ പട്ടിനെ പോലെ ഓരിയിട്ട് നടന്നിട്ട് കാര്യമില്ലടേ.